ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ധനേഴ്സ് ചാനലിൻ്റെ മലയാളം വേർഷനാണ്. അതിലെ ആദ്യത്തെ വീഡിയോ ആണ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇത് മലയാളത്തിലുള്ള ചാനലാണ് ധനേഴ്സ് ചാനലിൻ്റെ. അപ്പോൾ എല്ലാ മലയാളികളും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ആൻഡ് നമ്മൾ എല്ലാ വീഡിയോസും ഇനി മലയാളത്തിലാണ് ഇതിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ധനേഴ്സ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിത്ത് മലയാളം എക്സ്പ്ലനേഷൻ. മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ആദ്യത്തെ ചോദ്യം: A client tells the nurse that his co-workers are sabotaging the computer. When the nurse asks questions, the client becomes argumentative. What is the most appropriate intervention for the nurse to implement? A client tells the nurse that his co-workers are sabotaging the computer. When the nurse asks questions, the client becomes argumentative. What is the most appropriate intervention for the nurse to implement? Encourage the client to vent his anger about his computer. Tell the client that his co-workers haven't touched his computer. Use clear and consistent speech when talking to the client. Tell the client to go to his room and stay there until he calms down. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് വന്നത് യൂസ് ക്ലിയർ ആൻഡ് കൺസിസ്റ്റന്റ് സ്പീച്ച് വെൻ ടോക്കിംഗ് ടു ദി ക്ലയൻറ്റ്. യൂസ് ക്ലിയർ ആൻഡ് കൺസിസ്റ്റന്റ് സ്പീച്ച് വെൻ ടോക്കിംഗ് ടു ദി ക്ലയൻറ്റ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പേഷ്യൻസിൻ്റെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യാനാണ് കൺസിസ്റ്റന്റ് സ്പീച്ച്. അതായത് സംസാരിക്കുമ്പോൾ കൺസിസ്റ്റന്റ് സ്പീച്ച്, അതായത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് കൺസിസ്റ്റന്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ആ ഒരു വേ ഓഫ് ടോക്കിംഗ് ആണ് ഇങ്ങനെയുള്ള പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ യൂസ് ചെയ്യേണ്ടത്. It will help him to focus on reality and fosters a therapeutic relationship. അതായത് കൺസിസ്റ്റന്റ് സ്പീച്ച് പേഷ്യൻസിൻ്റെ ഹെൽപ്പ് ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: A nurse is distinguishing characteristics of schizotypal personality disorder from schizoid personality disorder. What is the most appropriate statement by the nurse? Schizotypal are characterized by emotional detachment. Schizotypal are characterized by disinterest in close relationship. Schizotypal are indifferent to praise or criticism. Schizotypal have magical thinking or perceptual distortion. Correct answer എന്ന് പറഞ്ഞാൽ schizotypal have magical thinking or perceptual distortions. മാജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ പെർസെപ്ച്വൽ ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി. സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ക്ലസ്റ്റർ എയിൽ വരുന്നതാണ്. ക്ലസ്റ്റർ എയിൽ വരുന്ന മറ്റ് കണ്ടീഷനാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറും പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറും. അതിൻ്റെ കോമൺ സിംറ്റമാണ് ക്ലസ്റ്റർ എയിലെ കോമൺ ഫീച്ചറാണ് സോഷ്യൽ വിഡ്രോവൽ. എക്സെൻട്രിക് എന്നാണ് ആ ക്ലസ്റ്റർ എയിൻ്റെ ഒരു ഡിഫൈനിങ് ടേം. പേഷ്യൻ്റ് വിൽ ബി എക്സെൻട്രിക്. ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്, ഡിസിൻട്രസ്റ്റ് ഇൻ ക്ലോസ് റിലേഷൻഷിപ്പ് ആൻഡ് ഇൻഡിഫറൻസ് ടു പ്രൈസ് ഓർ ക്രിറ്റിസിസം ആർ ഫീച്ചേഴ്സ് ഓഫ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. മാജിക്കൽ തിങ്കിങ് ഓർ പെർസെപ്ച്വൽ ഡിസ്റ്റോർഷൻ സീൻ ഇൻ സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി. ശ്രദ്ധിക്കുക: ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്, ഡിസിൻട്രസ്റ്റ് ഇൻ ക്ലോസ് റിലേഷൻഷിപ്പ് ആൻഡ് ഇൻഡിഫറൻസ് ടു പ്രൈസ് ഓർ ക്രിറ്റിസിസം. ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് സ്കിസോയിഡ് പേഴ്സണാലിറ്റിയിലും മാജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ പെർസെപ്ച്വൽ ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നത് സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റിയിലും ആണ്. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് നഴ്സിംഗ് ഡയഗ്നോസിസ് വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ എ ക്ലയന്റ് വിത്ത് സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ? Ineffective coping related to repetitive behavior such as hand washing, risk for self-mutilation related to social anxiety, risk for violence towards others related to lack of remorse for behaviors, impaired thought process related to ideas of reference and magical thinking.
മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ അറിയാം. സ്കിസോ ടൈപ്പ് പേഴ്സണാലിറ്റിയിൽ കാണുന്നത് മാജിക്കൽ തിങ്കിങ് ആണ്. അതുകൊണ്ട് ഇമ്പയർഡ് തോട്ട് പ്രോസസ് റിലേറ്റഡ് ടു ഐഡിയാസ് ഓഫ് റെഫറൻസ് ആൻഡ് മാജിക്കൽ തിങ്കിങ് ആണ് ഇവിടെ അപ്രോപ്രിയേറ്റ് നഴ്സിംഗ് ഡയഗ്നോസിസ് ഇൻ പേഷ്യൻ്റ് വിത്ത് സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇമ്പയർഡ് തോട്ട് പ്രോസസ് റിലേറ്റഡ് ടു ഐഡിയാസ് ഓഫ് റെഫറൻസ് ആൻഡ് മാജിക്കൽ തിങ്കിങ്, അതാണ് സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കാണുന്ന ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ ഡയഗ്നോസിസ്. People with schizotypal personality disorder have ideas of reference and magical thinking. So, improper thinking process is the appropriate nursing diagnosis. അടുത്ത ചോദ്യം. A client with paranoid personality disorder is discussing current problems with a nurse. What is the most important intervention for the nurse to implement? A client with paranoid personality disorder is discussing current problems with a nurse. What is the most important intervention for the nurse to implement? Have the client to look at sources of frustration. Have the client focus on ways to interact with others. Have the client discusses the use of defense mechanism. Have the client clarify thoughts and belief about an event. Correct answer. Have the clients clarify thoughts and belief about an event. നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഹാവ് ദ ക്ലയൻസ് ടു ക്ലാരിഫൈ തോട്ട്സ് ആൻഡ് ബിലീഫ് അബൌട്ട് ആൻ ഇവൻറ്റ്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള ഒരു പേഷ്യൻറ്റിന് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും സംശയമായിരിക്കും. അപ്പോൾ ഒരു എന്തെങ്കിലും ഈവൻറ്റ് നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്ന ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ. അവർക്ക് എപ്പോഴും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ സംശയത്തോടെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അവരുടെ സംശയങ്ങൾ അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചുള്ള ഡൗട്ട്സുകൾ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഇൻ്റർവെൻഷൻ ഫോർ പേഷ്യൻസ് വിത്ത് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ടെല്ലിംഗ് ദ ക്ലയൻറ്റ് യു ഡോണ്ട് ഷെയർ ഹിസ് ഇൻ്റർപ്രിറ്റേഷൻ ഹെൽപ്പ് ദ ക്ലയൻറ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിയലിസ്റ്റിക് ആൻഡ് ഇമോഷണൽ തോട്ട്സ് ആൻഡ് കൺക്ലൂഷൻസ്. പേഷ്യൻറ്റിനോട് പറയാണ് പേഷ്യൻറ്റിൻ്റെ സ്വന്തമായ ഇൻ്റർപ്രിറ്റേഷൻസ് മാറ്റി വെച്ചിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് കറക്റ്റായ ഇൻ്റർവെൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഷോർട്ട് ടേം ഗോൾ ഫോർ എ ക്ലയൻറ്റ് വിത്ത് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് ഇമ്പയർഡ് സോഷ്യൽ സ്കിൽസ്? What is the most appropriate short-term goal for a client with paranoid personality disorder and impaired social skills? Obtain feedback from the people, discuss anxiety-provoking situation, address positive and negative feelings about self-mutilation, identify personality feelings that hinder social interaction. Correct answer എന്നത് നാലാമത്തെയാണ്. ഐഡൻറ്റിഫൈ പേഴ്സണൽ ഫീലിങ്സ് ദാറ്റ് ഹിൻഡർ സോഷ്യൽ ഇൻട്രാക്ഷൻ. അതായത് ഇമ്പയർഡ് സോഷ്യൽ സ്കിൽസ് കാണുന്നത് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധ്യമായിട്ട് ചെയ്യേണ്ടത് അതിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കണ്ടെത്തുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് ആ ഇമ്പയർഡ് സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം എന്താണ് അതിൽ ലീഡ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം അതിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇൻ്റർവെൻഷൻസ് പ്ലാൻ ചെയ്യുക. The client must address the feelings that impede social interactions before developing ways to address impaired social skills. അതാണ് പറഞ്ഞത്. ആദ്യം എന്താണ് ഇമ്പീഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം അതിലേക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അടുത്ത ചോദ്യം. The nurse is caring for a client with schizotypal personality disorder. The nurse would expect to observe which of the following? Exhibitionism, impulsiveness, bodily illusions, repetitive behavior. Correct answer, bodily illusions. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ മാജിക്കൽ തിങ്കിങ്ങും പെർസെപ്ച്വൽ ഡിസ്റ്റോർഷനും ബോഡിലി ഇല്യൂഷൻസ് ഒക്കെ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ് സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ. The client with schizotypal personality disorder tend to have bodily illusions. അതായത്
സ്കിസോ ടൈപ്പ് പേഴ്സണാലിറ്റിയിൽ ബോഡിലി ഇല്യൂഷൻസ് കാണാൻ ചാൻസ് കൂടുതലാണ്. അതേസമയം ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ് എക്സിബിഷനിസം കൂടുതലായിട്ട് കാണുന്നത്. എക്സിബിഷനിസം കാണുന്നത് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ് ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് കാണുന്നത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഇമ്പൾസീവ് ബിഹേവിയർ, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ എക്സിബിഷനിസം. ഒബ്സസീവ് കമ്പൾസീവ് ഇൻഡിവിജ്വൽസ് എൻഗേജ് ഇൻ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ. റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഹാൻഡ് വാഷിംഗ്, വീണ്ടും വീണ്ടും ഹാൻഡ് വാഷിംഗ് ഒക്കെ ചെയ്യുന്നതാണ് റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ. അത് കാണുന്നത് ഒബ്സസീവ് കമ്പൾസീവ് ഇൻഡിവിജ്വൽസ് ആണ്. ഇമ്പൾസീവ്നെസ് ഉണ്ടാകുന്നത് ബോർഡർ ലൈൻസിലാണ്. എക്സിബിഷൻ കാണുന്നത് ഹിസ്ട്രിയോണിക്കിലാണ്. സ്കിസോ ടൈപ്പിൽ ബോഡിലി ഇല്യൂഷൻസ്. അടുത്ത ചോദ്യം, എ ക്ലയന്റ് വിത്ത് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ റെസ്പോൺസ് അഗ്രസീവ്ലി ഡ്യൂറിംഗ് എ സൈക്കോ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് തെറാപ്പി സെഷൻ ടു സംതിങ് അനദർ ക്ലയന്റ് സെഡ് അബൌട്ട് ഹിം. The nurse interprets this behavior as indicating which of the following? The client doesn't want to participate in group. The client took the statement as a personal criticism. The client is impulsive and was acting out of frustration. The client was attempting to handling emotional distress. Correct answer, client took the statement as personal criticism. The clients with personality disorders tend to be hypersensitive and take whatever other people says as a personal attack on their character. പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള പേഷ്യൻസ് ഒക്കെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് വരെ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും മറ്റുള്ളവർ പറയുന്ന ചെറിയ കാര്യങ്ങൾ വരെ അവർ സ്വന്തമായിട്ട് അവരെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ. ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് തന്നെ കുറിച്ചാണെന്ന് പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നഴ്സിംഗ് ഡയഗ്നോസിസ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ എ ക്ലയന്റ് വിത്ത് an avoidant personality disorder? Risk for self-mutilation related to desperate need for attention, ineffective coping related to negative attitudes towards health behavior, anxiety related to fear of criticism, disapproval and rejection, risk for injury related to uncontrolled anger and hostility towards others. Avoidant personality disorder കാണുന്ന മെയിൻ പ്രോബ്ലമാണ് ആങ്സൈറ്റി റിലേറ്റഡ് ടു ഫിയർ, ക്രിറ്റിസിസം ആൻഡ് ഡിസപ്രൂവൽ ആൻഡ് റിജക്ഷൻ. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കാണുന്നതാണ് ആങ്സൈറ്റി റിലേറ്റഡ് ടു ഫിയർ ഓഫ് ക്രിറ്റിസിസം, ഡിസപ്രൂവൽ ആൻഡ് റിജക്ഷൻ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പാർട്ടിലെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.